നമസ്കാരം. ഇ ഡി റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരുടെ വാഹനം, അവർ വന്ന വാഹനം തല്ലിപ്പൊളിക്കുമ്പോൾ അതിനുശേഷം പോലീസുകാർ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ നമ്മൾ കരുതിയത് പോലീസുകാർ പഴയ പോലീസ് തന്നെയാണ്, പാർട്ടി CPM-ന്റെ മുന്നിൽ മുട്ടുപറച്ച് നിൽക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്, ഇതിൽ പ്രതികൾ ഈ അക്രമം കാണിച്ചുള്ളവർക്ക് രക്ഷപ്പെട്ടു പോരും എന്ന് തന്നെയാണ്. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ കഥ മാറുകയാണ്. ഇപ്പോൾ ഒരുപാട് പ്രതികൾ അകത്തായി കഴിഞ്ഞു. 10 വർഷത്തിൽ കുറയാതെ തടവ് കിട്ടുന്ന കുറ്റങ്ങളാണ്. അതായത് 3 വർഷത്തേക്ക് ജാമ്യം കിട്ടില്ല എന്ന് ഏകദേശമൊക്കെ തീരുമാനമായ വകുപ്പുകളിലാണ് ഇവർ അകത്തേക്ക് വിട്ടേക്കുന്നത്. കുടുംബത്തിന്റെ കാര്യം കട്ടപ്പുകയാണ്. എന്നാൽ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അവിടുത്തെ പാർട്ടി നേതാക്കളും മറ്റുള്ളവരും പാർട്ടി ഓഫീസിനുള്ളിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ 2-3 പ്രതികളൊന്ന് തരൂ, ഞങ്ങൾ മാനം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ് വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും മാറി മറിഞ്ഞു വരികയാണ് കാര്യങ്ങൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക്, ED ഉദ്യോഗസ്ഥർക്ക് നേരെ തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണ നടപടികൾ അത്യന്തം ഗൗരവപരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ നിലവിൽ 25ഓളം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചാല ഉണ്ണി, വിജയ്, സിദ്ധാർത്ഥ്, ഷാജു, നിശാന്ത്, ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ പ്രമുഖ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഇതിനകം പിടിയിലായവരിൽ ഉൾപ്പെടുന്നുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ സ്വമേധയാ കീഴടങ്ങിയായിരുന്നു എന്നാണ്. പ്രതിഭാഗത്തിന്റെ അവകാശവാദം അങ്ങനെയാണ്. പ്രതികൾക്കെതിരെ വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, സായുധ കലാപം, മാരകായുധങ്ങളുമായിട്ടുള്ള അക്രമം, അഴിച്ചുവിടൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതികൾക്ക് ഉടനെയൊന്നും ജാമ്യം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ED സംഘം സഞ്ചരിച്ച വാടകയ്ക്കെടുത്ത സ്വകാര്യ വാഹനങ്ങൾ തകർത്തതുമായി ബന്ധപ്പെട്ട് നിയമപരമായ തർക്കങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രതികൾ പറയുന്നത് തകർത്തത് സർക്കാർ വാഹനങ്ങളല്ല എന്നാണ്. പക്ഷേ ഔദ്യോഗിക ആവശ്യത്തിനായി സർക്കാർ കരാറിൽ ഏർപ്പെട്ട വാഹനങ്ങളും പൊതുമുതലിന്റെ പരിധിയിൽ എത്തുമെന്നാണ് പോലീസിന്റെ നിലപാട്. ഇതിനിടയിൽ വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും ഒക്കെ സാമ്പത്തികമായി സ്വാധീനിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതായും സൂചനയുണ്ട്. എന്നാൽ ഡ്രൈവർമാർ മൊഴിമാറ്റിയാൽ പോലും കേന്ദ്ര ഉദ്യോഗസ്ഥരെയും CRPF ജവാന്മാരെയും വധിക്കാൻ ശ്രമിച്ച എന്ന കേസിൽ നിന്ന് പ്രതികൾക്ക് എളുപ്പത്തിൽ ഊരിപ്പോകാൻ കഴിയില്ല. ഈ അക്രമം പെട്ടെന്നുണ്ടായ ഒരു ജനരോഷമല്ല, മറിച്ച് ആസൂത്രിതമായി നടപ്പിലാക്കിയതാണ് എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പ്രവർത്തകരെ അക്രമസ്ഥലത്തേക്ക് വിളിച്ചുകൂട്ടാൻ നേതാക്കൾ നടത്തിയിട്ടുള്ള ഫോൺ കോളുകളുടെ ശബ്ദരേഖകൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം അറസ്റ്റിലായിട്ടുള്ള മുൻ കൗൺസിലറും പാർട്ടി ഭാരവാഹിയുമായിട്ടുള്ള IP ബിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ്, അത് കേസിൽ നിർണായക തെളിവായി മാറിയിരിക്കുകയാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് താൻ നിറവേറ്റിയതെന്ന ബിനുവിന്റെ പരസ്യമായ പ്രതികരണം ഉയർന്ന നേതാക്കളെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ്. അക്രമത്തിന് പിന്നാലെ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ പോസ്റ്റ് കേന്ദ്ര ഏജൻസികൾ ഔദ്യോഗിക ഡിജിറ്റൽ തെളിവായി സ്വീകരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ആ മൊഴി അവർ പറയുന്നത് പക്ഷം, രേഖാമൂലം പറയുന്ന പക്ഷം ഈ നേതാക്കളും പ്രതികളായി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വന്നേക്കാം. കേസ് അട്ടിമറിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും റഹീം MP ഉൾപ്പെടെയുള്ള ആ ഉയർന്ന നേതാക്കൾ AR ക്യാമ്പ് സന്ദർശിച്ചതും ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള പ്രതികൾ ആരെങ്കിലും ഈ പറഞ്ഞ ഉയർന്ന നേതാക്കൾക്കെതിരെ മൊഴി നൽകിയാൽ, ഇവരെ അക്രമത്തിന് ഇറക്കിവിട്ടവർക്കെതിരെ ഞങ്ങൾ ഇന്നാര് പറഞ്ഞിട്ടാണ്, ഫോൺ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയെ ആകെ ബാധിക്കുമെന്നുള്ളൊരു ഭയമാണ് ഈ അടിയന്തര ഇടപെടലുകൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ആദ്യം വലിയ ആവേശം കാണിച്ചെങ്കിലും പിടിക്കപ്പെട്ടതോടെ പാർട്ടി തങ്ങളെ കൈവിട്ടു എന്ന ചിന്തയിലാണ് കസ്റ്റഡിയിലുള്ള പല സാധാരണ പ്രവർത്തകരും. ഇത് തന്നെയാണ് ഡിഫറെന്റ് ആംഗിൾസ് ഉൾപ്പെടെയുള്ള, ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണ യൂട്യൂബർമാർ അത് പറഞ്ഞത്. പഴയ കാലമല്ല ഇപ്പോൾ, പാർട്ടിയുടെ ഭരണം അവസാനിച്ചു കഴിഞ്ഞു, അപ്രമാദിത്വം അവസാനിച്ചു കഴിഞ്ഞു, ഇനിയുള്ള കാലം ഈ പാർട്ടി സംരക്ഷിക്കും എന്ന കഥ പറഞ്ഞുകൊണ്ട് അവരെ താങ്ങി നടന്നാൽ ശിഷ്ടകാലം ജയിലിൽ കിടന്ന് നരയിക്കേണ്ടി വരും എന്നതാണ് കാണാൻ പോകുന്നത് എന്ന്. നിലവിൽ കേരള പോലീസ് തന്നെ കേസ് അന്വേഷിക്കട്ടെ എന്നൊരു നിലപാടിലാണ് എന്നാണ് അറിയുന്നത്. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഒത്തുതീർപ്പുകളോ ഉണ്ടായാൽ കേസ് ഉടനടി CBIക്ക് കൈമാറാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. അമിത്ഷായുടെ നേതൃത്വത്തിലെ കേന്ദ്ര മന്ത്രാലയം ഈ കേസിന്റെ ഓരോ ദിവസത്തെയും പുരോഗതി വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. CBI കേസ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് സംസ്ഥാന പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് പോലീസും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇനിയും നിരവധി പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുള്ളതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനാണ് സാധ്യത. ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള വൻകിട നേതാക്കളിലേക്ക്
കൂടി അന്വേഷണം നീളുന്നതോടെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ രംഗം കൂടുതൽ വഷളാകും എന്ന് ഉറപ്പാണ്. ചുരുക്കം പറഞ്ഞാൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും, ഇതിൽ വീണ വിജയൻ പാർട്ടിയുടെ ഭാരവാഹിയോ മറ്റോ ഒന്നുമല്ല, മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന CPM-ന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകളാണ് വീണ വിജയൻ എന്നത് മാത്രമേ ഉള്ളൂ. ആ വീണ വിജയനെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ ആ അന്വേഷണം നടക്കട്ടെ. അതും അവർ പ്രതിയായിട്ടല്ല, CMR-ലാണ് പ്രതിസ്ഥാനത്തുള്ളത്. അവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ശരിയാണോ തെറ്റാണോ എന്താണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ചെക്കിങ് മാത്രമാണ് ശരിക്കും റെയ്ഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെയാണ് എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് രാഷ്ട്രീയ ആവേശം പാർട്ടിക്ക് അതിശക്തമായി തിരിച്ചു വരാനുള്ള ഒരു മാർഗമാണ് എന്ന് കണക്ക് കൂട്ടിയിട്ട് ഈ പാവപ്പെട്ട യുവാക്കളെ, ഈ സാധാരണക്കാരെ ഇറക്കി കളിച്ചത്. Different angles. Don't forget to subscribe and support this channel.